ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡിവൈൻ പ്രൊഫറ്റ് ടാരോ. അപ്പോൾ എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഇപ്പോൾ ടാരോ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നോക്കാം. എന്താണ് ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ളത് ടാരോട് നമുക്ക് ചോദിക്കാം. എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് നോക്കാം. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഈ പോസിറ്റീവ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നോ? ഓക്കെ, എന്താണ് ടാരോയ്ക്ക് നമുക്ക് പറയാനുള്ളത് നോക്കാം. എന്താണ് കാർഡുകളെന്ന് നോക്കാം. അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. അതുപോലെ തന്നെ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ആവുന്നതായിരിക്കും. റെസനേറ്റ് ചെയ്യാത്തവർ വിട്ടുകളയുക. ഓക്കെ, 3 ഓഫ് സോർഡ്സ്, 3 ഓഫ് പെൻറ്റക്കിൾസ്, 10 ഓഫ് wands, 9 of pentacles, hanged man, death, hierophant. ഓക്കെ, കാർഡുകൾ അറേഞ്ച് ചെയ്ത് വെക്കുകയാണേ. എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. വന്നിരിക്കുന്ന കാർഡുകൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ 3 ഓഫ് സോർഡ്സ് കാണുന്നുണ്ട്, 3 ഓഫ് പെൻറ്റക്കിൾസ്, അതുപോലെ തന്നെ 10 ഓഫ് wands, 9 ഓഫ് പെൻറ്റക്കിൾസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഹാങ്ഡ് മാൻ, ഡെത്ത് കാർഡാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഓവറോൾ എനർജി ഹീറോഫൻ്റ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഓവറോൾ എനർജി പറയുന്നത്, അതായത് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്താണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അതായത് നിങ്ങൾ എന്തിനെയോ, അതായത് ഈ ഒരു സമൂഹം ഭയക്കുന്നതായിട്ടുള്ള എന്തോ കാര്യം ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് എന്താണ് ഒരു റീതിങ്കിങ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനെ ഒരു ട്രഡീഷണൽ വേ ഫോളോ ചെയ്യാനും, അതുപോലെ തന്നെ വളരെയധികം, അതായത് മറ്റുള്ളവർ ട്രഡീഷണലി ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾ ലീഗലി ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോകുവാനും ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അതായത് നീതിപൂർവമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ആ ഒരു നീതിയുക്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ഇവിടെ ഒരു ഓവറോൾ എനർജി ഇതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ബാക്കിയെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വന്നിരിക്കുന്നത് 3 ഓഫ് സോർഡ്സ് ആണ്. ഓക്കെ, ഈ ഒരു എനർജിയിൽ ഇവിടെ കാണുന്നത് പലരും ഇവിടെ എന്താണ് ഒരു ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ, അതുപോലെ തന്നെ വളരെയധികം വിഷമിച്ച് നിൽക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ അങ്ങനെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അതായത് ഇമോഷണലി വളരെ പെയിൻഫുള്ളായിട്ട്, അതുപോലെ തന്നെ എന്താണ് ഒരു ചതി പറ്റി നിൽക്കുന്ന, ഒക്കെ പെട്ട് കിടക്കുന്ന വ്യക്തികളെയും, അതുപോലെ തന്നെ ഡിപ്രഷൻ സ്റ്റേജിലുള്ള വ്യക്തികളെയും ഇവിടെ കാണുന്നുണ്ട്. ചിലർക്കൊക്കെ ഒരു ഡൈവോഴ്സ് കേസ്, അങ്ങനെയുള്ള കാര്യങ്ങളും വളരെയധികം നിങ്ങളെ വിഷമിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇതൊക്കെ ലൈഫിലെ ഓരോ പാഠങ്ങളാണ് എന്നുള്ളതാണ്. ഓക്കെ, അതിനെ നിങ്ങൾ എന്താണ് ഈ ഒരു സമയത്ത് വളരെയധികം മാനസികമായിട്ട് സംഘർഷങ്ങൾ നിൽക്കുന്ന സമയത്ത് അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിലൊരു ഗൈഡൻസ് എടുക്കാം, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമുള്ള അല്ലെങ്കിൽ സ്നേഹം തോന്നുന്ന, നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് തോന്നുന്ന വ്യക്തികളുടെ അടുത്ത് നിങ്ങൾക്ക് എന്താണ് സംസാരിച്ച് ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ എടുക്കാനോ, അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിനോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. ഡിപ്രഷൻ ഒന്നിനും ഒരു എന്താണ്, നമ്മൾ വളരെയധികം വിഷമിച്ചിരിക്കുമ്പോൾ ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് എത്തുമ്പോഴാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് നിങ്ങൾ ഉള്ളിലിട്ട് വിഷമിക്കാതെ അതിന്
അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത്. ഇവിടെ വളരെ വളരെ സഫറിങ് ആയിട്ട് അതുപോലെ തന്നെ വിഷമത്തോടെയും നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയവും കടന്നു പോകും എന്നതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ലൈഫിൽ എല്ലാ വ്യക്തികൾക്കും ഇങ്ങനെ പല പലതായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അതിനെ നിങ്ങൾ ഓവർകം ചെയ്യുക എന്നതാണ് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, ഇത് നിങ്ങളുടെ ഒരു പരീക്ഷണം മാത്രമാണ്. അപ്പോൾ നമ്മൾക്ക് പല പരീക്ഷണങ്ങളും ലൈഫിൽ നേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പരീക്ഷണമായിട്ട് കണക്കാക്കി അതിൽ നിങ്ങൾ ആ ഒരു ടെസ്റ്റിൽ നിങ്ങൾ പാസ്സാവുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ ഒട്ടുമിക്ക ആൾക്കാരുടെയും, അതായത് നമ്മുടെ എല്ലാവരുടെയും ഒരു എക്സാം പേപ്പർ യൂണിവേഴ്സ് നോക്കുന്നു എന്നാണ് എനിക്ക് തോന്നാറ് പലപ്പോഴും. കാരണം അതിനുള്ള മാർക്ക് ഇടുന്നതായിട്ടും വീണ്ടും വീണ്ടും ശരിയാവുന്നിടം വരെ നമ്മളെ പരീക്ഷിക്കുന്നതായിട്ടും നമ്മൾക്ക് ഇമ്പോസിഷൻ തരുന്നതായിട്ടൊക്കെ തോന്നാറുണ്ട്. അതായത് പല വ്യക്തികളുടെയും ലൈഫിൽ ഇങ്ങനെയുള്ള പാറ്റേൺസൊക്കെ വരുന്ന സമയത്ത് വീണ്ടും അത് ശരിയാവുന്നവരെ നിങ്ങളെ ശരിയാക്കാനാണ് ഞാനിവിടെ ഇരിക്കുന്നതെന്ന് യൂണിവേഴ്സ് പറയുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് പലപ്പോഴും, പലരുടെ അനുഭവങ്ങളും കേൾക്കുമ്പോൾ. അപ്പോൾ ഇതിനൊക്കെ ഓവർകം ചെയ്യുക എന്നതാണ് പറയാനുള്ളത്. ഓക്കെ, അതാണ് ഇവിടെ 3 ഓഫ് സോർഡ്സിൻ്റെ എനർജി പറയുന്നത്. ഒരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനിലേക്കൂടെ പോകുന്ന വ്യക്തികളെയാണ് കാണുന്നത്. ഓക്കെ, പിന്നെ റീഡിങ് കാണുമ്പോൾ നെഗറ്റീവായിട്ടുള്ള റീഡിങ് അല്ലെങ്കിൽ നെഗറ്റീവ് റീഡിങ് എന്നില്ല, കാരണം നിങ്ങൾക്കുള്ള ഗൈഡൻസാണ് തരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ റീഡിങ് കേട്ട് അവിടെ വെച്ച് പോകാതിരിക്കുക. കാരണം ചിലപ്പോൾ നിങ്ങളുടെ എനർജിയിൽ ഒരു ദിവസം രാവിലെ മുതൽ ഉച്ചവരെയും ഉച്ചയ്ക്ക് ശേഷം വേറൊരു എനർജിയിലുമായിരിക്കാം. അപ്പോൾ മറ്റൊരു ഇതിലുള്ള എനർജി ഇവിടെ ഉണ്ടാവാം, അത് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതായിട്ടും ഉണ്ടാകാം. അതുകൊണ്ട് റീഡിങ് കംപ്ലീറ്റ് ആയിട്ട് കാണുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, അടുത്തത് 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇവിടെ പലരും പുതിയ കോഴ്സ് അല്ലെങ്കിൽ ഒരു കോഴ്സിൽ നിങ്ങൾ ഒരു വ്യക്തിയുടെ ഒരു ഗൈഡൻസ് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ഗൈഡൻസ്, അതുപോലെ തന്നെ നിങ്ങൾ ജോലിയിൽ മറ്റുള്ളവരുമായിട്ട് കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നതായിട്ടും ഭാവിയിലേക്ക് നിങ്ങൾക്ക് ധനം ഉണ്ടാക്കിത്തരുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായിട്ടും കാണുന്നു. ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടും മറ്റുള്ളവരോടുകൂടി കൂടിക്കലർന്നുകൊണ്ട് ഇടപെട്ടുകൊണ്ട് വർക്ക് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ അതായത് നിങ്ങളുടെ ഒരു പ്ലാൻ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതായിട്ട് അതിൻ്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾ തയ്യാറാക്കുന്നതായിട്ടും അതിന് അഭിപ്രായം മറ്റുള്ളവരോട് ചോദിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് മറ്റ് വ്യക്തികൾ ഒരു അഭിപ്രായം ചോദിച്ച് വരുന്നതും ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു ടീം വർക്കാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കൂട്ടായ്മയിലൂടെ ഇപ്പം സംരംഭങ്ങളൊക്കെ തുടങ്ങാനുള്ള ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു എനർജി, അതായത് അല്ലെങ്കിൽ ഈ കുടുംബശ്രീ സംരംഭങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ അങ്ങനെ ഒരു എനർജിയും കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളൊരു ഗൈഡൻസ് എടുക്കുന്നതായിരിക്കാം, നിങ്ങൾക്ക് പുതിയൊരു മെൻറ്ററെ കിട്ടുന്നതായിരിക്കാം, അങ്ങനെയും ഇവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ 2 വ്യക്തികളുടെ ഇടയിലേക്ക് മൂന്നാമതൊരു വ്യക്തി കടന്നു വരുന്നതുമായിരിക്കാം. അങ്ങനെ ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അടുത്തത് 10 ഓഫ് വാൻസ് ആണ്. അതായത് നിങ്ങൾ വളരെയധികം ഓവർ ബേർഡൻഡായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളൊരു സൈക്കിളിൻ്റെ എൻഡിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം, പക്ഷേ നിങ്ങൾ സക്സസ്ഫുള്ളും ആണ്. അതായത് ഒരു സക്സസ്ഫുള്ളായിട്ടുള്ള വ്യക്തിയാണ്, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾക്ക് ഒരു ബോഡി ഹെവിനെസ്സൊക്കെ തോന്നിയേക്കാം, ഒരു അമിതഭാരം നിങ്ങൾക്ക് തോന്നുന്നതായിട്ടും, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ടതായിട്ടും, വർക്ക് ഹോളിക്കായിട്ടും, അതുപോലെ വർക്ക് ഹോളിക്ക് മാത്രമല്ല ഓവർ ബേർഡൻഡായിരിക്കും നിങ്ങൾ. അതായത് ഒരുപാട് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കേണ്ടതായിട്ടും ഒക്കെ കാണും, ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം സ്ട്രെസ്ഫുള്ളായിട്ട് തോന്നാനും ഒക്കെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഹെവിനെസ് തോന്നിയേക്കാം നിങ്ങൾക്ക്, ഓവറായിട്ട് വളരെയധികം ഹെവി ആയിട്ട് ബോഡിയിൽ ഫീൽ ചെയ്തേക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഇതിവിടെ ഒരു സൈക്കിളിൻ്റെ എൻഡ് കൂടിയാണ്. മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരെയും കൂടി ഏൽപ്പിക്കുക എന്നുള്ളതാണ്. എല്ലാം ചുമലേറ്റി നടക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്.
ഓക്കെ. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ, അതായത് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളതായിട്ടുള്ള കോൺഫ്ലിക്ട്സ്, അതുപോലെയുള്ള പ്രശ്നങ്ങൾ, തിരിച്ചടികൾ, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇതൊക്കെ ഈയിലുള്ള പാഠങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി അതൊക്കെ എന്താണ് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നും ആ ഒരു സൈക്കിൾ എൻഡായിട്ട് പുതിയൊരു സൈക്കിളിൻ്റെ തുടക്കവും ആവാം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് ഒരു വിഷമങ്ങളും പഴയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നതായിട്ടും ഒരുപാട് കാര്യങ്ങൾ, അതായത് മുമ്പ് നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, നിങ്ങളുടെ ജോലി സ്ഥലത്തായാലും നിങ്ങൾ മുമ്പ് അനുഭവിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ഇന്ന് ഓർക്കുന്നതായിട്ടും അതിനെക്കുറിച്ച് വിഷമിക്കുന്നതായിട്ടും അങ്ങനെ ഒരു മനസ്സിലൊരു ഹെവിനെസ് തോന്നുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ എന്താണ് അവിടെ ലീവ് ചെയ്യുക. ഇതൊക്കെ ഓരോ പാഠങ്ങളാണ്. അതുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് നമ്മൾക്ക് തരുന്ന യൂണിവേഴ്സൽ ഗൈഡൻസ്. നിങ്ങളതിനെ ഓവർകം ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതാണ് 10 ഓഫ് വാണ്ട്സ്. അടുത്തത് 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾ വളരെയധികം എന്താണ് ഇന്ന് വളരെയധികം സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ടും അതുപോലെ തന്നെ സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടും നിങ്ങൾ വളരെയധികം സ്വയം ഒരു വിശ്വാസം നിങ്ങളിൽ ഉള്ളൊരു വ്യക്തിയായിട്ടെന്ന് കാണുന്നു. അതായത് സ്വന്തം കഴിവിൽ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് ഇന്നിവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഇൻകം വരുന്നതായിട്ടും ഒരു ഫിനാൻഷ്യലായിട്ട് ഒരു ഇൻഡിപെൻഡൻസ് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻകം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ കുറേ നാൾ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യം നടക്കാൻ വേണ്ടി പോകുന്നു. അതായത് ഒരുപാട് നാളായിട്ട് നിങ്ങളത് മനസ്സിൽ കൊണ്ടു നടക്കുന്ന കാര്യം, അത് ചിലപ്പോൾ ഒരു കാറോ വീടോ അങ്ങനെ എന്തെങ്കിലും കാര്യമായിരിക്കാം. ആ ഒരു കാര്യം നിങ്ങൾ നേടുന്നതായിട്ട് അത് റിയാലിറ്റിയിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം റിയാലിറ്റി ആകാൻ പോകുന്നു എന്നുള്ള ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം എന്താണ് വളരെ പ്രൗഡോടുകൂടി വളരെ നിങ്ങളെ എല്ലാവരും വളരെയധികം അട്രാക്റ്റീവായിട്ട് മറ്റുള്ളവരുടെ അട്രാക്ഷൻ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതും കാണുന്നുണ്ട്. വളരെയധികം അട്രാക്റ്റീവായിരിക്കും. അത് സൗന്ദര്യം കൊണ്ട് അങ്ങനെ എന്ന് മാത്രമല്ല, നിങ്ങളുടെ പവർ കൊണ്ടും നിങ്ങൾ സെൽഫായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു കോൺഫിഡൻസ് കൊണ്ടും നിങ്ങളെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നു എന്നുള്ളതും ആണ്. അതായത് നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ വളരെയധികം അതുപോലെ തന്നെ നിങ്ങൾ ഇന്ന് ലക്ഷറിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെ ആൾക്കാർ ഒരു ലക്ഷറി ഉള്ള ഒരാളായിട്ട് നിങ്ങളുടെ ഡ്രസ്സിങ്ങിലായിരിക്കാം, വളരെ വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ നടക്കുന്ന, അല്ലെങ്കിൽ നല്ല ഒരു സെൽഫ് കെയർ ഒക്കെ ചെയ്ത് സെൽഫ് ലവ് ചെയ്ത്, അല്ലെങ്കിൽ സ്വയം ഒരു വളരെയധികം അവനവൻ്റെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവർ നിങ്ങൾ വളരെയധികം ഒരു അട്രാക്ഷനുള്ള വ്യക്തിയാണെന്ന് അവർക്ക് ഫീൽ ചെയ്യുകയും അവരുടെ അട്രാക്ഷൻ നിങ്ങളിലേക്ക് നിങ്ങൾ അവരുടെ സെൻറ്റർ ഓഫ് അട്രാക്ഷനായിട്ട് മാറുകയും ചെയ്യുന്നൊരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളിലേക്ക് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു റിവാർഡൊക്കെ വരുന്നതായിട്ടും കാണുന്നുണ്ട്. ജോലി സ്ഥലത്തൊക്കെ നിങ്ങളെ തേടി ഒരു റിവാർഡ് വരുന്നതായിട്ടും ഇവിടെ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസും ആണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് കുറേ കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യമായിരിക്കും, അത് നിങ്ങൾ നേടുന്നു എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് ഹാങ്ഡ് മാനാണ്. ഓക്കെ, ഇവിടെ ഹാങ്ഡ് മാൻ പറയുന്നത്, അതായത് നിങ്ങളോട് സറണ്ടർ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അതായത് ഒരുപാട് സ്ട്രഗിൾസിലും ഒക്കെ പോകുന്ന വ്യക്തികളായിരിക്കാം. നിങ്ങൾ ഒരുപാട് സ്ട്രഗിളൊക്കെ കടന്നു വന്നിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഒന്ന് ഒരുപാട് ഓവറായിട്ട് ചെയ്യുന്നതിൽ നിന്നും ഒന്ന് പൗസ് ചെയ്ത് ഒന്ന് സറണ്ടർ ചെയ്യാൻ, യൂണിവേഴ്സിലൊന്ന് സറണ്ടർ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ചിന്തകൾ, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഓട്ടപ്പാച്ചിലുകൾ, അതിനൊക്കെ, അതായത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലെറ്റ് ഗോ ചെയ്യാനും വേണ്ടി പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ കാര്യങ്ങൾ ഇതുവരെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങളുടെ ഒന്ന് ആംഗിൾ മാറ്റി പിടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. എപ്പോഴും കാണുന്ന ഒരു ആംഗിളിൽ നിന്ന് മാറ്റി പിടിക്കുക. ഓക്കെ, അതിനാണ് ഈ ഒരു വ്യക്തി ഇവിടെ തലതിരിഞ്ഞ് നിൽക്കുന്നതാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ഒരു പ്രയാസവുമില്ല,
വളരെയധികം കംഫർട്ടബിളായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ഇവിടെ ഒരു ഇത് കാണുന്നുണ്ടാവും അല്ലേ, ഓറ ലൈറ്റ്, നമ്മുടെ ഈ ദൈവത്തിൻ്റെ ബാക്കിലൊക്കെ ഇരിക്കുന്ന പോലെ. അപ്പോൾ ഈ ഒരു ലൈറ്റ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി തല തിരിഞ്ഞ് നിൽക്കുന്നതാണെങ്കിൽ കംഫർട്ടബിളായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ആ ഒരു വ്യക്തി ആംഗിൾ മാറ്റിയിട്ട് ചിന്തിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം നിങ്ങൾക്ക് എന്താണ് ഒരു ഡീപ്പ് ഇൻസൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും കാണുന്ന രീതിയിൽ നിന്നും മറ്റൊരു രീതിയിലേക്ക് കാര്യങ്ങളെ കാണാൻ പറയുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്കൊരു ചേഞ്ചാണ് വരുന്നത്. അതായത് ഇതുവരെ നിങ്ങൾ ചിന്തിച്ച രീതിയിൽ നിന്ന് ഇന്നൊന്ന് മാറ്റി ചിന്തിക്കുന്നു. അതുകൊണ്ട് ഇനി മുതലൊരു ചേഞ്ച് ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ വേറെ രീതിയിലുള്ളൊരു ചേഞ്ച് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സാധ്യത. അതുപോലെ തന്നെ നിങ്ങളിലുള്ള ആ ഒരു പ്രശ്നങ്ങൾക്ക് ഒരു റിലീസ്, അതിനൊരു പരിഹാരം, ഒരു റിലീസാണ് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. ആ ഒരു ആംഗിൾ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇതുവരെ കണ്ടിരുന്ന കാര്യങ്ങളെല്ലാം വേറൊരു രീതിയിൽ നിങ്ങൾ കാണുന്നു, പെർസ്പെക്റ്റീവ് മാറ്റുന്നു എന്നുള്ളതാണ്. അടുത്തത് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. ഓക്കെ, ഇവിടെ ഡെത്ത് കാർഡ് പറയുന്നത് ഒരു സൈക്കിളിൻ്റെ എൻഡ് തന്നെയാണ്. ഇവിടെയും 10 വന്നിട്ടുണ്ട്. അതായത് ഒരു സൈക്കിൾ എൻഡ് ചെയ്തു, അവിടെ നിങ്ങൾ കുറേ പാഠങ്ങൾ നിങ്ങൾ പഠിച്ചു, പുതിയതിലേക്ക് കടക്കുന്നു. ഓക്കെ, ഒരു എൻറ്റയർ ട്രാൻസ്ഫോർമേഷനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും 12 കഴിഞ്ഞിട്ട് 13 ഇവിടെ സ്റ്റേജ്. ഓക്കെ, അതായത് നിങ്ങൾ ആംഗിൾ മാറ്റി പിടിച്ചു, അതിൽ നിന്ന് നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷനാണ് വരുന്നത്. ചിലപ്പോൾ നാളെ തന്നെ ആയിരിക്കണം എന്നില്ല, അടുത്തൊരു ദിവസത്തെ ആയിരിക്കാം എനർജി വരുന്നത്. അതായത് നിങ്ങൾ ആ ഒരു ആംഗിളിൽ നിന്ന് മാറി ചിന്തിച്ചു, അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്കൊരു ട്രാൻസ്ഫോർമേഷൻ വരുന്നു. ഇവിടെയും സെയിമാണ് വരുന്നത്. ഇപ്പം പിന്നെ അമാവാസി കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ പലർക്കും കാർമിക് ആയിട്ടുള്ള പല സിറ്റുവേഷൻസും അതൊക്കെ നിങ്ങൾ ആ ഒരു സൈക്കിൾ അവസാനിച്ച് പുതിയൊരു രീതിയിലേക്ക്, ഓക്കെ, ആ കറുത്ത വാവൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് പുതിയൊരു ന്യൂ മൂണിലേക്ക് എല്ലാവരും ഇതിലേക്കാണ് നിങ്ങൾ വരുന്നത്. അത് എൻഡായി പുതിയൊരു ബർത്താണ് നിങ്ങളിലേക്ക്, ബിഗിനിങ് ആണ് വരുന്നത്. ഓക്കെ, ഡെത്ത് കാർഡ് കണ്ടുകൊണ്ട് ആരും പേടിക്കണ്ട. ഡെത്ത് ആൻഡ് റീബർത്താണ്. അപ്പോൾ ബിഗിനിങ്, അതുപോലെ തന്നെ ചേഞ്ച്, ട്രാൻസ്ഫോർമേഷൻ, എൻഡ് ഓഫ് എ സൈക്കിൾ, ഇതൊക്കെയാണ് ഡെത്ത് കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ ചിലർക്കൊക്കെ ചിലപ്പോൾ ഒരു മരണ വാർത്ത കേൾക്കാനുള്ള, അതില്ലെങ്കിൽ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാനുള്ള ഒരു ഇതും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഡെത്ത് ആൻഡ് റീബർത്തിൽ അതായത് പറഞ്ഞല്ലോ ഒരു സൈക്കിളിൻ്റെ എൻഡാണ്. കരിയറിൽ നിങ്ങൾക്ക് എന്താണ്, അതായത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കരിയർ മാറിയിട്ട് പുതിയൊരു കരിയറിലേക്ക് പോകുന്നതായിരിക്കാം. ചിലപ്പോൾ ഒരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പൊക്കെ മാറി അതിൽ നിന്നും അതൊരു ബ്രേക്ക് വന്ന്, അതായത് അത് മാറിപ്പോയി, നിങ്ങൾ അതിൽ നിന്ന് മാറി പുതിയൊരു ഇതിലേക്ക് മാറ്റത്തിലേക്ക് വരുന്നു. എൻ്റയർലി ഒരു ചേഞ്ചാണ് നിങ്ങൾക്ക് വരുന്നത് എന്നാണ് ഡെത്ത് ആൻഡ് റീബർത്ത് കാർഡ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ ഹെയറോഫൻ്റ് ആണ് ഓവറോൾ എനർജി വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്താണ്, ഹെയറോഫൻ്റ് വന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചിലർക്കൊക്കെ ഇത് ഒരു കല്യാണത്തിൻ്റെ ഇതാണ്, വിവാഹം നടക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളത് ഒരു ഇതാണ്. ചിലപ്പോൾ ചിലർക്കെങ്കിലും ഒരു ജാതി വ്യത്യാസം, മതവ്യത്യാസം ഒക്കെയുള്ള രീതിയിലുള്ള കല്യാണങ്ങളായിരിക്കാം മിക്കവാറും നടക്കാൻ വേണ്ടി പോകുന്നത്. ട്രഡീഷണലി അല്ലാതെ മറ്റൊരു രീതിയിൽ ആവാനും സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ വരുന്നത് നിങ്ങൾ സോഷ്യലി എന്തോ ഒരു ഭയക്കുന്നൊരു കാര്യം ഇവിടെ കാണുന്നുണ്ട്, എന്തോ ചെയ്യാനായിട്ട്. അതൊന്ന് ശ്രദ്ധിക്കുക, അവെയർ ആയിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ചിലർക്കൊക്കെ അമ്പലത്തിൽ പോകാനുള്ളതും അതുപോലെ തന്നെ പള്ളി, ഇങ്ങനെയുള്ള പരമ്പരാഗതമായിട്ട്, അതായത് നിങ്ങൾ ട്രഡീഷണലി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, പോകേണ്ടതായിട്ടുള്ള ഒരു കാര്യവും കാണുന്നുണ്ട്. പിന്നെ മറ്റുള്ളവരോട് ഫോർഗീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് നിങ്ങളോട്. പലരും, അതായത് നിങ്ങളുടെ മനസ്സിൽ ഇവിടെയൊക്കെ ഒരു വിഷമിക്കുന്ന അവസ്ഥ ഇവിടെ കാണുന്നുണ്ട് വളരെയധികം. അവരോടൊക്കെ ഫോർഗീവ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ബ്രോക്കൺ ആയിട്ടുള്ള സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളോട് ഒരു ഫോർഗീവ് ചെയ്യാനുള്ള ഇതായിട്ടുള്ള അവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോർഗീവ്നെസ്സിൻ്റെ ഒരു അവസ്ഥ നിങ്ങളിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളോട്, അതെ, ഓക്കെ, അങ്ങനെ ആയിരിക്കാം. അതായത് നിങ്ങളോട് മുമ്പ് എന്തെങ്കിലും രീതിയിൽ ഒരു അനീതി കാണിച്ച വ്യക്തികൾ ഫോർഗീവ്നെസ് തരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അതിന് ഫോർഗീവ് ചെയ്യുന്നതായിരിക്കാം. മേ ബി അതായിരിക്കാനും ഇവിടെ ഒരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ,
പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മെൻറ്ററെ കിട്ടുന്നതായിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, സ്പിരിച്വലി പോകുന്ന വ്യക്തികൾക്കൊക്കെ ഇവിടെ ഒരു എൻഡ് ആയതുകൊണ്ട് നിങ്ങൾ സ്പിരിച്വലി നിങ്ങൾ മുന്നോട്ടേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്പിരിച്വലി നിങ്ങൾക്കൊരു ഗൈഡിനെ കിട്ടുന്നതായിരിക്കാം. ഒരു മെൻറ്ററെയോ ഒരു ഗൈഡിനെയോ നിങ്ങളൊരു പുതിയ ഒരു കോഴ്സിന് നിങ്ങൾ ഒരു സ്പിരിച്വലി ഉള്ള ഒരു ഗൈഡിനെ നിങ്ങൾക്ക് ലഭിക്കുന്നതോ ആയിരിക്കാം. മേ ബി അതുമായിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി ഏഞ്ചൽസ് എന്താണ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം. ഏഞ്ചൽസ് ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഏഞ്ചൽസ് എന്താണ് നമ്മളോട് പറയുന്നത് നോക്കാം. ലുക്ക് ഫോർ എ സൈൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ഉള്ള കാര്യത്തിനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഏഞ്ചൽസിനോട് ചോദിക്കാനുണ്ടെങ്കിൽ യൂണിവേഴ്സിനോട് ചോദിക്കാനുണ്ടെങ്കിൽ അതിന് ഒരു സൈന് വേണ്ടിയിട്ട് നിങ്ങൾ പറയുക. ഓക്കെ, ഇന്നത് നടക്കുവാണെങ്കിൽ എനിക്ക് ഇന്നൊരു സൈൻ കാണിച്ചു തരണം എന്ന് യൂണിവേഴ്സിനോട് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സൈൻ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് ലഭിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് യെസ് എന്നാണ്. ഓക്കെ, നിങ്ങൾ മനസ്സിലൊരു ക്വസ്റ്റ്യൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കണ്ടീഷനാണെങ്കിൽ ഇവിടെ ഒരു യെസ് എന്നാണ് നിങ്ങളോട് ഏഞ്ചൽസ് പറയുന്നത്. ഒരു യെസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. മേ ബി നിങ്ങൾക്ക് പറഞ്ഞില്ലേ ഒരു മെൻറ്ററെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് തന്നെ ആയിരിക്കാം മിക്കവാറും. ഒരു യെസ് ആണ് ഇവിടെ കാണിക്കുന്നുണ്ട്. യെസ്, അതെ, നിങ്ങൾക്ക് കിട്ടുന്നു, ഒരു മെൻറ്ററെ കിട്ടുന്നു എന്നുള്ളതായിരിക്കാം. ദർ ഈസ് സംതിങ് ബെറ്റർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞു ഇവിടെ ഒരു സൈക്കിളിൻ്റെ എൻഡാണ് ഇവിടെ രണ്ട് സ്ഥലത്തും വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുവരെയുള്ളൊരു ഇത് നിങ്ങൾക്ക് നല്ലതായിരുന്നില്ല, ഇതിനെക്കാട്ടിലും നല്ലത് നിങ്ങളിലേക്ക് വരാനുണ്ട് എന്നാണ് ആര് പറയുന്നത്? യൂണിവേഴ്സ് ഏഞ്ചൽസിലൂടെ നമ്മളോട് പറയുന്നത്. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ എന്ന് ആണ് ബോട്ടണ്ടൊക്കെ വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കാൻ പറയുന്നു. ഓക്കെ, ഇവിടെ മെഡിറ്റേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്, അതുപോലെ തന്നെ ഫോർഗീവ് ചെയ്യേണ്ട കാര്യമുണ്ട്. നിങ്ങളിവിടെ രണ്ടിടത്തായാലും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് എൻഡ് ഓഫ് എ സൈക്കിളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് മെഡിറ്റേഷനൊക്കെ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ശ്രദ്ധിക്കാനും ഇവിടെ ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നുണ്ട്. അതാണ് ഇന്നത്തെ ഏഞ്ചൽസ് ഗൈഡൻസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഡിപ്രഷൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ വളരെയധികം മെഡിറ്റേഷൻ നിങ്ങളെ വളരെയധികം സഹായിക്കും. അതുതന്നെയാണ് ഏഞ്ചൽസും പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതായിരുന്നില്ല അത്, അല്ലെങ്കിൽ നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാൻ വന്നിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നിരിക്കണം അത്. നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളിലെ നല്ല വേർഷനെ കണ്ടെത്താൻ വേണ്ടി നിങ്ങളിലേക്ക് വന്നതായിരിക്കണം. നിങ്ങൾക്ക് വന്നിട്ടുള്ള ആ ഒരു തിരിച്ചടി എന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ ഓവർകം ചെയ്യുക എന്നതാണ് പറയാനുള്ളത്. ഓക്കെ, മെഡിറ്റേഷനൊക്കെ ചെയ്യുക, അതുപോലെ തന്നെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക, അതുപോലെ തന്നെ ഫോർഗീവ് ചെയ്യുക, അതുപോലെ തന്നെ നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുക, ശോകമുഖമായിട്ടുള്ള പാട്ടൊന്നും കേൾക്കാതെ. പിന്നെ എപ്പോഴും ബോഡി എന്തെങ്കിലും മൂവ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ വിഷമത്തിലിരിക്കുമ്പോഴും നമുക്ക് ഒന്നും ചെയ്യാനൊന്നും തോന്നില്ല, എങ്കിലും എന്തെങ്കിലുമായിട്ട് നിങ്ങൾ ഒരു ബോഡി മൂവ്മെൻറ്റൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. ബോഡി മൂവ്മെൻറ്റൊക്കെ കൊടുത്ത് ഒരു ചെറിയ എന്തെങ്കിലും പാട്ട് വെച്ച് ബോഡി ഒന്ന് മൂവ് ചെയ്യുക, അല്ലെങ്കിൽ നടക്കാൻ വേണ്ടി പോവുക, അല്ലെങ്കിൽ കുട്ടികളോടൊപ്പം ചിലവഴിക്കുക, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിലാക്സേഷൻ കിട്ടും എന്നുള്ളതാണ്. ബോഡി മൂവ്മെൻറ്റ് വളരെ നല്ലതാണ് കേട്ടോ. നെഗറ്റീവ് എനർജി കളയാനും അതുപോലെ തന്നെ നമ്മളിലേക്ക് നമ്മളിൽ നിന്നുള്ള ആ ഒരു വിഷമങ്ങളൊക്കെ പോകാനും ചെറിയ എന്തെങ്കിലും പാട്ട് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യുക, അല്ലെങ്കിൽ നടക്കുകയോ പാട്ട് കേട്ടുകൊണ്ട് നടക്കാൻ പോവുകയോ പ്രകൃതിയിലേക്ക് ഇറങ്ങുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ നാച്ചുറലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒരു ചെടി നടുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യാപൃതരാവുക. പിന്നെ നിങ്ങൾക്ക് പറഞ്ഞല്ലോ ഒരു പണം നിങ്ങളിലേക്ക് വരുന്നുണ്ട്, അതുകൊണ്ട് വളരെയധികം ഹാപ്പി ആയിരിക്കുക. മാനിഫെസ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ അവർക്കൊക്കെ ഒരു റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ പറഞ്ഞു ഒരു സൈക്കിളിൻ്റെ എൻഡൊക്കെ ഇവിടെ കാണുന്നുണ്ട്, അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളിലും കാണും, അതുകൊണ്ട് അതിനെയൊക്കെ ഓവർകം ചെയ്യുക എന്നതാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇന്നത്തെ ഗൈഡൻസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ
പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നവർക്കൊക്കെ നന്ദി. ഇതുവരെ എൻ്റെ ചാനലിൽ വന്നിട്ടുള്ള വ്യൂവേഴ്സിന് നന്ദി. അതുപോലെ തന്നെ നിങ്ങൾ തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും നന്ദി. വിലയേറിയ കമൻറ്റുകൾക്ക് നന്ദി, ലൈക്കിന് നന്ദി, എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊള്ളുന്നു. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക, നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. യൂണിവേഴ്സ് എല്ലാം കൊണ്ടുതരുന്ന നല്ല കാര്യങ്ങളൊക്കെ കൊണ്ടുതരട്ടെ, നിങ്ങളിലേക്ക് എത്തിക്കട്ടെ. പോസിറ്റീവായിരിക്കുക, പോസിറ്റീവായി ചിന്തിക്കുക, പോസിറ്റീവായി പ്രവർത്തിക്കുക. ഓക്കെ, അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഫോർ വാച്ചിങ്.